അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിയോ ക്ലാസിസത്തെയും റൊമാൻറ്റിസത്തെയും കുറിച്ച് പറയുന്ന 26-ാം യൂണിറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ എളുപ്പമാക്കാനും അതുപോലെ തന്നെ കൂടുതൽ എസ്എ എഴുതാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി എടുക്കാനും വേണ്ടിയിട്ട് മറ്റൊരു സോഴ്സ് കൂടി ഉപയോഗിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു പാഠഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ മറ്റൊരു സോഴ്സും കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. റൊമാൻസിയ അഥവാ റൊമാൻറ്റിസം. റൊമാൻറ്റിസം എന്നുള്ള പദം ഇംഗ്ലീഷ് പദമായിട്ടുള്ള റൊമാൻസ് എന്നുള്ള പദത്തിൽ നിന്നാണ് റൊമാൻറ്റിസം അല്ലെങ്കിൽ റൊമാൻസിയ എന്നുള്ള പദം ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ രക്തരൂക്ഷിതമായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഫ്രാൻസിൽ ആണ് ഈ ഒരു റൊമാൻറ്റിസം കടന്നു വരുന്നത്. ഈ റൊമാൻറ്റിസത്തോടു കൂടെ നമുക്കറിയാം ക്ലാസിസത്തിന് ശേഷമാണ് ഈ റൊമാൻറ്റിസം കടന്നു വരുന്നത്. ഈ റൊമാൻറ്റിസം വന്നതോടുകൂടെ കൂടുതൽ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ കവികളുമെല്ലാം അവരുടെ ആത്മാവിലേക്കും അതേപോലെ തന്നെ അവരുടെ വികാരങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. റൊമാൻറ്റിസം എന്ന് പറയുന്നത് ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു ഘടകമാണ്. ആ ഒരു മദ്ഹബിൻ അദബി എന്ന് പറയും. അപ്പോൾ ആ ഒരു മദ്ഹബിൽ കൂടുതൽ മനുഷ്യന്റെ ആത്മാവിനും അതുപോലെ തന്നെ ആ ആത്മാവിനുണ്ടാവുന്ന വികാരങ്ങൾ അതേപോലെ തന്നെ ഫീലിങ്സ് അതിനൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നുള്ളത് പ്രാധാന്യം നൽകുന്നത്. ഈ റൊമാൻറ്റിസത്തിൽ കൂടുതൽ പുതിയ കാര്യങ്ങളെ കണ്ടുപിടിക്കാനും അതേപോലെ നിലവിലുള്ള കാര്യങ്ങളെ പുതുക്കാനുമാണ് ഇവർ കാര്യമായിട്ട് പ്രയത്നിക്കുന്നത്. അടുത്ത പോയിന്റിൽ പറയുന്നത് ഈ റൊമാൻറ്റിസത്തിന്റെ കവിതകളുടെ ആശയം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും ആലാം, അഹ്സാൻ, ഫസാൽ അത്തരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും അതുപോലെ തന്നെ ഭയം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഈ റൊമാൻറ്റിക് കവിതകളിൽ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഇത് മനുഷ്യന്റെ വികാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. റൊമാൻറ്റിസം ക്ലാസിസത്തിനോട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യുദ്ധം ചെയ്യുന്നുണ്ട്. കാരണം ക്ലാസിസത്തിനോട് എതിരായിട്ടാണ് ഈ ഒരു റൊമാൻറ്റിസം വരുന്നത്. അതുപോലെ തന്നെ ക്ലാസിസത്തിന് വിപരീതമായിട്ട് ഇത് ഹദിയത്തുൽ ഫന്ന് അഥവാ കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ക്ലാസിസം എന്ന് പറയുന്നത് അത് അറബിയിൽ ക്ലാസിസം നോക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും കവിതയുടെ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളെയും പാലിച്ചുകൊണ്ട്, അഥവാ കവിതയ്ക്ക് നമുക്കറിയാം കൂടുതൽ ഫന്നുകൾ ഉണ്ടായിരിക്കും. അഥവാ കവിതയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ബഹറുകളുണ്ട്, വസനുകളുണ്ട്, തഫ്ഇലത്തുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയുള്ളൂ, കവിത എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റൊമാൻറ്റിസം പറയുന്നത് ഹദിയത്തുൽ ഫന്ന് അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും കൂടാതെ മനുഷ്യന്റെ വികാരത്തെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നോ, അത് കവിത വായിക്കുന്ന ആൾക്ക് എങ്ങനെയാണോ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആണ് കവിത എഴുതേണ്ടത്. അവിടെ യാതൊരു വിധത്തിലുള്ള കവിതയുടെ നിയമങ്ങളൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷിയറുൽ ഹദിയ എന്നൊക്കെ പറയുന്ന മാതിരി ഫ്രീ ആയിട്ട് എഴുതുന്ന ഒരു കലാപരമായിട്ടുള്ള സാഹിത്യത്തെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റിൽ പറയുന്നത് ഈ റൊമാൻറ്റിസം ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു ഫ്രഞ്ചിലാണ് അഥവാ യൂറോപ്പിലാണ്, ഫ്രാൻസിലാണ് ഉണ്ടാവുന്നത്. പിന്നീട് അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് അറേബ്യയിൽ ഈ റൊമാൻറ്റിസം കടന്നു വരുന്നത് മഷ്രിഖുൽ അറബിലും അതേപോലെ തന്നെ മഹ്ജറു ഷിമാലിയിലുമാണ്. മഷ്രിഖുൽ അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യയുടെ കിഴക്കൻ ഭാഗമാണ് മഷ്രിഖുൽ അറബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹ്ജറുൽ ഷിമാലി എന്ന് പറയുന്നത് നമുക്കറിയാം അറേബ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കുടിയേറി പോയിട്ടുണ്ട്. ഖലീൽ ജിബ്രാനെ പോലെയുള്ള ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കുടിയേറി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് വിഭാഗമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മഹ്ജറുൽ ഷിമാലിയും ഉണ്ട്, അതേപോലെ തന്നെ മഹ്ജറുൽ ജനൂബിയും ഉണ്ട്. അപ്പോൾ ഈ മഹ്ജറുൽ ജനൂബിയിലുമാണ് ഈ റൊമാൻറ്റിസം കൂടുതലായിട്ട് വരുന്നത്. അറേബ്യയിലാണെങ്കിൽ മഷ്രിഖുൽ അറബിയിലും അതുപോലെ തന്നെ മഹ്ജറിലാണെങ്കിൽ മഹ്ജറുൽ ഷിമാലിയിലുമാണ് ഈ റൊമാൻറ്റിസം കടന്നു വരുന്നത്. മഷ്രിഖുൽ അറബിയിൽ നോക്കുകയാണെങ്കിൽ ഖലീൽ മത്റാനാണ് അവിടെ പ്രധാനമായിട്ടുള്ള ഈ റൊമാൻറ്റിസത്തെ കൂടുതൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം റൊമാൻറ്റിസത്തെ കുറിച്ച് 1905 അറബി സാഹിത്യത്തിലുള്ള റൊമാൻറ്റിസത്തെ കുറിച്ച് അദ്ദേഹം ഒരു ലേഖനം അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൽ നിന്നാണ് അറേബ്യയിലേക്ക് റൊമാൻറ്റിസം കടന്നു വരുന്നത്. അതിനു മുമ്പ് യൂറോപ്പിലായിരുന്നു റൊമാൻറ്റിസം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ലേഖനത്തിലൂടെയാണ് അറേബ്യയിലേക്ക് റൊമാൻറ്റിസം കടന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം ഈ റൊമാൻറ്റിസത്തിനെ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മറ്റു ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയത്തെ അറേബ്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു കാരണത്തിൽ കൊണ്ട് തന്നെ ഈ ഒരു അറേബ്യയിലെ മോഡേൺ റൊമാൻറ്റിസം വക്താവായിക്കൊണ്ട് അതല്ലെങ്കിൽ അതിന്റെ നേതാവായിക്കൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഖലീൽ മത്റാനെ പറയാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മഹ്ജറിലേക്ക് നോക്കുകയാണെങ്കിൽ മഷ്രിഖുൽ അറബിൽ ഈ റൊമാൻറ്റിസത്തിന്റെ നേതാവായിട്ട് പരിഗണിക്കുന്നത് ഖലീൽ മത്റാനെയാണെങ്കിൽ, അത് മഹ്ജറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും റൊമാൻറ്റിസത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത് ഖലീൽ ജിബ്രാനുമാണ്. പിന്നീട് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള റൊമാൻറ്റിസത്തിൽ
പ്രധാനപ്പെട്ടിട്ടുള്ള 4 സ്കൂളുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് റാബിയത്തുൽ കലമിയ, 2 അൽ ഉസ്ബത്തുൽ ഉന്ദുലൂസിയ, 3 മദ്രസ്തുൽ ദീവാൻ, 4 ജമാഅത്തു അപ്പോളോ. ഈ ഒരു 4 മദ്രസകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 മദ്രസകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട്, അതേപോലെ തന്നെ എക്സാമിന് ഡീറ്റെയിൽ ആയിട്ട് അഥവാ തുടർച്ചയായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാം ടിപ്പ് എന്ന് പറയുന്ന കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിരുന്നു. ആ ഒരു ഭാഗത്ത് ഈ 4 മദ്രസകളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നിർബന്ധമായിട്ടും കേൾക്കണം. കാരണം തുടർച്ചയായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. പിന്നീട് അടുത്തതായിട്ട് ഈ ഒരു മദ്ഹബിൻ്റെ, ഈ റൊമാൻസത്തിൻ്റെ പ്രധാന വക്താക്കളായിട്ടുള്ള കുറച്ച് സാഹിത്യകാരന്മാരുടെ പേര് കൂടെ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. ഒന്ന് മിഹായിൽ നായിമ നമുക്കറിയാം, റാബിയത്തുൽ കലമിയ എന്ന് പറയുന്ന ആ ഒരു സ്കൂളിൻ്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഇലിയ അബു മാലി, അതേപോലെ തന്നെ അബു കാസിം അഷാബി, ഇബ്രാഹിം നാജി, അതേപോലെ തന്നെ മാസിനി. ഇത്തരത്തിൽ കുറച്ച് ആളുകളെ പേര് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 2 പേരുടെ പേര് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഖലീൽ മത്രാൻ, 2 ഖലീൽ ജിബ്രാനുമാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗം പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റേ എക്സാം ടിപ്പ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 4 മദ്രസകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിച്ച് വെക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കൂടെ നോക്കി വെക്കാം. ഇവിടെ ക്ലാസിക്കിയ, അൽ ജദീദ, അതുപോലെ തന്നെ റൊമാൻസിയ, ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലുള്ള 4 കവികളെ കുറിച്ചും ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഈ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാം കൂടുതൽ യൂറോപ്പിലായിരുന്നു ഈ റൊമാൻറ്റിസം, അതേപോലെ തന്നെ ക്ലാസിസം എല്ലാം ഉണ്ടായി വരുന്നത്. പിന്നീട് യൂറോപ്പുകാരുമായിട്ട് അറബികൾ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങുമ്പോഴാണ് അറേബ്യൻ സാഹിത്യത്തിലേക്ക് റൊമാൻറ്റിസവും ക്ലാസിസവും എല്ലാം കടന്നു വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു യൂറോപ്യൻ സാഹിത്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറബി കവിതകളിൽ സ്വാധീനം ചെലുത്തുകയും കൂടുതൽ അത് അറബിയിലേക്ക് കടമെടുക്കാൻ കവികളും അതേപോലെ തന്നെ അറബി സാഹിത്യകാരന്മാരെല്ലാം ഉദ്ദേശിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം മർഹലത്തുൽ യഖ്ള അതുമുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. അഥവാ ക്ലാസിക്കിയത്തിന്റെ ഒരു പ്രാരംഭഘട്ടമാണ് മർഹലത്തുൽ യഖ്ള എന്ന് പറയുന്നത്. അത് മുതൽ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുന്നത് നമ്മുടെ മദ്രസ്തുൽ ക്ലാസിക്കിയ, അതേപോലെ തന്നെ ക്ലാസിക്കിയ ജദീദ, മദ്രസ്തുൽ മുഹാഫിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കിയത്തിന്റെ പിന്നീട് വിഭജിതമാവുന്ന ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സാം ടിപ്പിന്റെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മദ്രസ്തു റൊമാൻസിയ, മദ്രസ്തു ദീവാൻ, മദ്രസ്തുൽ മഹ്ജർ, മദ്രസ്തു അപ്പോളോ, മദ്രസ്തു ഷിയാറുൽ ഹുർ, ഇത്തരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള പുതിയ സ്കൂളുകൾ കടന്നു വരുന്നതോട് കൂടിയാണ് ഈ ഒരു സംഭവം, ഈ കാര്യങ്ങൾ കൂടുതൽ അറബിയിലേക്ക് കൂടുതൽ വരുന്നത്. ഇതിനെല്ലാം കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സാം ടിപ്പിന്റെ അവിടെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ മദാരിസുകൾ, പുതിയ സ്കൂളുകൾ ഈ ഒരു സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ ഈ ഒരു പണ്ടുണ്ടായിരുന്ന ക്ലാസിക്കീയത്തിന്റെ കാലത്തൊക്കെ ആ ഒരു പണ്ടുണ്ടായിരുന്ന കവിതയിലുമാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് സാഹിത്യ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന കൂടുതൽ നിയമങ്ങളിൽ നിന്ന് സാഹിത്യകാരന്മാർക്ക് മോചിതരാവാൻ കഴിഞ്ഞു. കവിതയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ നിയമങ്ങളും അതേപോലെ തന്നെ വസുകളും ബഹറുകളൊക്കെ ഒപ്പിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ കടന്നു വരവരോടുകൂടെ, റൊമാൻറ്റിസത്തിന്റെയൊക്കെ കടന്നു വരവരോടുകൂടെ അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ആശ്വാസം കവികൾക്കൊക്കെ ലഭിക്കുകയായിരുന്നു. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ക്ലാസിക്കിയത്തുൽ ജദീദയാണെങ്കിലും അഥവാ നിയോ ക്ലാസിസം ആണെങ്കിലും അല്ലെങ്കിൽ മദ്രസ്തുൽ മുഹാഫിദീൻ ആണെങ്കിലും ഇതെല്ലാം മദ്രസ്തുൽ ക്ലാസിക്കിയ അല്ലെങ്കിൽ മദ്രസ്തുൽ ബാത്തിന്റെ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അതിന്റെ ഒരു വിപുലീകരണം അതല്ലെങ്കിൽ അതിന്റെ ഒരു മോഡേൺ വേർഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രധാന നേതാവായിട്ട് നമുക്ക് മഹ്മൂദ് സാമി അൽ ബാറൂദിയെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പോലെ തന്നെ മറ്റു വലിയ കവികളെയും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ അറബി കവിതയിൽ പുതിയ കാര്യങ്ങളെ കൊണ്ടുവരുന്നതിൽ കൂടുതലും സ്വാധീനം ചെലുത്തിയ ആളുകൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒരു നേതാക്കന്മാരായിട്ട് നമുക്ക് ഇവരെയൊക്കെ കണക്കാക്കാം. പിന്നീട് ഈ ഒരു രീതിയിൽ വരുന്ന കവികളെല്ലാം കവിതയ്ക്ക് പുതിയ രീതിയിലുള്ള സിയാത്ത് അഥവാ പുതിയ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കവിതയിൽ വ്യത്യസ്തമായിട്ടുള്ള റക്കത്തും തമാസ്തൊക്കെ ഉള്ള അഥവാ കൂടുതൽ ആർദ്രതയും അതേപോലെ തന്നെ കൂടുതൽ സൗമ്യതയൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ കവിതയെ കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ തന്നെ കവിതയുടെ രൂപം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു രൂപത്തെ കൂടുതൽ എളുപ്പമാക്കി, കൂടുതൽ സ്ട്രക്ചറൊക്കെ എന്താക്കി കൂടുതൽ എളുപ്പമാക്കി. അതേപോലെ തന്നെ അന്ന് കാലത്തുള്ള ആ കവിതയുടെ ആശയങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കൂടുതലും നമ്മൾ കൂടുതൽ പണ്ട് കാലത്തുള്ള കവിതകളൊക്കെ അമീറുമാരുമായിട്ടുള്ള
അല്ലെങ്കിൽ ഉയർന്ന ആളുകളുമായിട്ടുള്ള അഭിസംബോധന ചെയ്യുന്നുള്ള രീതിയിലാണെങ്കിൽ ഇവരുടെ കവിതകളൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരുമായിട്ട് ഷാബുമായിട്ട് അഥവാ സാധാരണ സമൂഹവുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കവിതകളാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് സ്വന്തം പണ്ടുള്ള കവിതകളൊക്കെ ഒരാളുടെ അല്ലെങ്കിൽ കവിയുടെ ടെൻഷനുകളും അയാളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന കവിതകളാണെങ്കിൽ ഈ കവിതകളൊക്കെ കൂടുതൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഒരു വിഷയങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും അതിന്റെ മൗദൂഅത്തുൽ വതനിയ്യ അഥവാ രാജ്യത്തെ ദേശീയ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ദഅവാത്തുൽ ഇസ്ലാഹിയ്യ ദഅവാത്തുൽ ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ പരിഷ്കരണത്തിനുള്ള ആഹ്വാനങ്ങൾ, അതേപോലെ തന്നെ ഖവാഇൽ ജമാഹിരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇവരുടെ വിഷയങ്ങൾ കൂടുതലുമായിട്ടുള്ളത്. അഥവാ ഈ ഒരു കവിതകളിലൊക്കെ കൂടുതലായിട്ടും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെയായിരുന്നു കൂടുതൽ അഡ്രസ് ചെയ്തിരുന്നത്. മറിച്ച് കൂടുതൽ എന്ത് ചെയ്തിട്ടില്ല, സ്വന്തം പ്രശ്നങ്ങളും ആ രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്തിട്ടില്ല. ഈ ഒരു കാലത്തുണ്ടായിരുന്ന കവിതകളൊക്കെ കൂടുതലായിട്ടും അല്ലെങ്കിൽ പ്രധാനമായിട്ടും ക്ലാസിക്കിയത്തുൽ ജദീദ, നിയോ ക്ലാസിക്കത്തിലും അതേപോലെ തന്നെ റൊമാൻറ്റിസത്തിലൊക്കെയുള്ള കവിതകളായിരിക്കും. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് ഖലീൽ മത്രാൻ എന്നുള്ളത് ഒരു റൊമാൻറ്റിക് കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പുതിയ രീതികളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ സലാമത്തുൽ ഉസ്ലൂബ്, കൂടുതൽ ശൈലിയിലുള്ള ഭംഗി, ആ ഒരു കാര്യങ്ങളിലൊക്കെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നീട് അവരുടെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അഹമ്മദ് ഷൗക്കിയെ പോലെ, ഹാഫിദ് ഇബ്രാഹിമിനെ പോലെയൊക്കെ ഉണ്ടായിരുന്ന അവരൊക്കെ കൂടുതൽ ഈ കവിതയുടെ നിയമങ്ങളോടൊക്കെ കൂടുതൽ യോജിച്ചുകൊണ്ട് അതിനെ കൂടുതൽ പിന്തുടരുന്ന ആളുകളായിരുന്നു. അതേപോലെ തന്നെ ഇനി ഷുഅറാഉൽ മുഹാജിരീങ്ങളായിട്ടുള്ള ആ ഒരു കവികൾ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ടും കവിതയ്ക്ക് സ്വാതന്ത്ര്യം പറയുന്ന ആളുകളായിരുന്നു. അഥവാ സ്വതന്ത്രമായിട്ടുള്ള ഫ്രീ വേഴ്സുകൾ എഴുതുക, ഒരു നിയമങ്ങളും പാലിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള എഴുത്തുകൾ, കവിതകളായിരുന്നു അവരെന്ത് ചെയ്യുന്നത് ഷുഅറാഉൽ മുഹാജിരീങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്തുണ്ടായിരുന്ന ഖലീൽ മത്രാനെ പോലെയുള്ള ആളുകൾ അഥവാ റൊമാൻറ്റിസത്തിൻ്റെയും അതേപോലെ തന്നെ നിയോ ക്ലാസിക്കത്തിൻ്റെയും സമയത്തുള്ള കവികളൊക്കെ അവർ പൂർണ്ണമായിട്ടും ഈ ഒരു ഷൗക്കിയെ പോലെ അല്ലെങ്കിൽ ഹാഫിദ് ഇബ്രാഹിമിനെ പോലെ ഈ നിയമങ്ങളെല്ലാം കൂടുതൽ അവരെന്ത് ചെയ്തിട്ടില്ല, കണക്കിലെടുത്തിട്ടില്ല. എന്നാൽ ഷുഅറാഉൽ മുഹാജിറുകൾ ചെയ്തതുപോലെ കൂടുതൽ സ്വതന്ത്രമായിട്ട് കവിതയെ വിട്ടിട്ടും ചെയ്തിട്ടില്ല. മറിച്ച് അതിൻ്റെ ഒരു മധ്യ നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് പറയുന്നത്, ഈ ഒരു പുതിയൊരു സ്റ്റേജ് തുടങ്ങുന്നത് 1905 ഖലീൽ മത്റാൻ അദ്ദേഹത്തിൻ്റെ ഒരു മാഗസിൻ ആയിട്ടുള്ള അൽ മജില്ലത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട്. ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഈ കൂടുതൽ അറബി കവിതയെ അതിൻ്റെ നിയമങ്ങളിൽ നിന്നെല്ലാം നിയമങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ സ്വതന്ത്രമാക്കാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നീട് 1908 അദ്ദേഹം ഒരു ദീവാൻ പുറത്തിറക്കുകയും, ദീവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആഹ്വാനത്തെ, കവിതയെ കൂടുതൽ സ്വതന്ത്രമാക്കാൻ എന്ന് അദ്ദേഹം ആഹ്വാനിച്ചു. ആ ഒരു ആഹ്വാനത്തെ അദ്ദേഹത്തിന് നടപ്പിലാക്കുകയും ചെയ്തു. അഥവാ അദ്ദേഹം എന്ത് ചെയ്തു, കവിതയെ കൂടുതൽ സ്വതന്ത്രമാക്കാൻ പറയുകയും 1908 അദ്ദേഹം കൂടുതൽ സ്വതന്ത്ര രീതിയിലുള്ള കൂടുതൽ കവിതകളും കൂടുതൽ നിയമങ്ങളൊന്നും പാലിക്കാത്ത രീതിയിലുള്ള ഒരു ദീവാൻ അദ്ദേഹം പുറത്തിറക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കൂടുതൽ നവീകൃത രീതിയിലുള്ള റൊമാൻറ്റിസത്തിൻ്റെ വകഭേദങ്ങൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഈ റൊമാൻറ്റിസത്തിലും അതേപോലെ തന്നെ നിയോ ക്ലാസിക്കത്തിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള ഹർക്കത്തു ദീവാൻ, അതേപോലെ തന്നെ അഥവാ മദ്രസത്തു ദീവാൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ജമാഅത്തു അപ്പോളോ, ഇതൊക്കെ ഈ രണ്ട് സംഘടനകളും രണ്ട് മദ്രസകളും വരുന്നത് മിസ്രിലാണ്. അതേപോലെ തന്നെ ലബനാനിൽ നോക്കുകയാണെങ്കിൽ അൽ വസ്ബത്തുൽ അഷ്റാത്ത് എന്ന് പറയുന്ന ഒരു മദ്രസ വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂയോർക്കിൽ റാബിയത്തുൽ കലമിയ വന്നു. അതേപോലെ തന്നെ മഹ്ജറുൽ ജനൂബിയിലാണെങ്കിൽ അൽ അസ്ബത്തുൽ ഉന്ദുലൂസി വന്നു. അതേപോലെ തന്നെ ഇറാഖിൽ ജമാഅത്തുൽ വഖ്തുൽ വായി വന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് നവീകൃതമായിട്ടുള്ള മദ്രസകളും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് നമ്മുടെ ഖലീൽ മത്റാനിയാണ്. അദ്ദേഹം 1905 അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഈ ഒരു കവിതയെ കൂടുതൽ ഫ്രീ ആക്കാൻ, കൂടുതൽ സ്വതന്ത്രമാക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയും 1908 അദ്ദേഹം ആ രീതിയിലുള്ള ഒരു കവിത പുറത്തിറക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ഹർക്കത്ത് ദീവാനും അപ്പോളയും അതേപോലെ തന്നെ റാബിയത്തുൽ കലമിയൊക്കെ പിന്നീടാണ് ഉണ്ടായി വരുന്നത്. അതോടുകൂടെ ഈ ഒരു റൊമാൻസി അതേപോലെ തന്നെ നിയോ ക്ലാസിക്സ് ഒക്കെ അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നീട് ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കവികളെയും അതേപോലെ തന്നെ കവിതകളും നോക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.